GT എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ 10th മാത്സിൻ്റെ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ മാത്സ് ചോദ്യം മാത്സ് പേപ്പറാണ്, അതായത് മാത്സ് സബ്ജക്റ്റാണ് നാളെ നടക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ അതിൽ നമുക്ക് ഏതൊരാൾക്കും സുന്ദരമായിട്ട് 8 മാർക്ക് സ്കോർ ചെയ്യാവുന്ന 2 കൺസ്ട്രക്ഷൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ടാൻജന്റ് വരയ്ക്കാനാണ്, 3 മാർക്കാണത്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. Draw a tangent to the circle from a point 7.5 centimeter away from the center. എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഒരു 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. അതിന്റെ ടാൻജന്റ് സെന്ററിൽ നിന്ന് 7.5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിന് ടാൻജന്റ് വരയ്ക്കാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറ്റിക്കാനായിട്ട് റേഡിയസിന് പകരം ഡയാമീറ്റർ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ഡയാമീറ്റർ ഇപ്പോൾ 6 ആണെങ്കിൽ റേഡിയസ് അതിന്റെ പകുതിയായിരിക്കും, 6/2 ആയിരിക്കും വരിക. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കോമ്പസ് ഒന്നും ഇല്ലാതെ ഒന്ന് വരയ്ക്കാൻ പറഞ്ഞുതരാം, നിങ്ങളത് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? റേഡിയസ് 3 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇതാണ് കോമ്പസ് എന്ന് വിചാരിക്കുക. സ്കെയിൽ എടുക്കുക. സ്കെയിൽ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. 3 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ കുത്തിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സർക്കിൾ. ഓക്കെ, ഇതിന്റെ സെന്റർ ആണ് ഈ പോയിന്റ്. ഇതിന്റെ സെന്റർ ആണ് ഈ പോയിന്റ്. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആണ് വരാം. ഇനി നമ്മൾ എന്താ പറഞ്ഞേക്കണേ? സർക്കിൾ ഈ സെന്ററിൽ നിന്ന് 7.5 സെന്റിമീറ്റർ. അപ്പൊ സ്കെയിൽ എടുത്തിട്ട് കൃത്യമായിട്ട് നേരെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ സപ്പോസ് ഇതാണ് 7.5 സെന്റിമീറ്റർ ദൂരമുള്ള ലൈൻ എന്ന് വിചാരിക്കുക. ഇനി ഈ ലൈനിന് ഈ 7.5 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും കോമ്പസ് എടുക്കണം. ഇതാണ് കോമ്പസ് എന്ന് വിചാരിക്കുക. സർക്കിളിന്റെ സെന്ററിൽ കുത്തുക. ഈ 7.5 സെന്റിമീറ്ററിന്റെ പകുതിയിൽ കൂടുതൽ, ഇതിന്റെ പകുതിയിൽ കൂടുതൽ ഇതിന് നമ്മുടെ പെൻസിലുള്ള ഭാഗം ഇവിടെ ഏകദേശം ഇത് പകുതിയിൽ കൂടുതലാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക, താഴെയും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഈ ആർക്ക് ഇതും ഇതാവുക, മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ അതേ അളവിൽ, അളവ് ഒട്ടും മാറ്റരുത്, അതേ അളവിൽ ഇവിടെ കുത്താം. അപ്പോൾ ഇവിടെയും മാർക്ക് ചെയ്യും, ഇവിടെയും. അപ്പൊ ഇത് രണ്ട് കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് അതിന്റെ കൃത്യം ഈ 7.5നെ 2 ഈക്വൽ ഭാഗമായിട്ട് 3.75 3.75 ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ സെന്റർ എടുത്തിട്ട് വീണ്ടും കോമ്പസ് എടുക്കുക. ഈ സെന്റർ എടുത്തിട്ട് ഈ സെന്ററും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതിനുള്ള ദൂരമാണ് റേഡിയസ് ആയിട്ട് വരിക. ഈ സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരമാണ് റേഡിയസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കോമ്പസ് എടുത്തിട്ട് സെന്ററിൽ നിന്ന് ഈ ദൂരം അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് ഈ ദൂരമാണ് എടുക്കേണ്ടത്. ഒരിക്കലും ഈ ദൂരം എടുക്കരുത്. സെന്ററിൽ നിന്ന് ഈ ദൂരം എടുക്കുക. എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ കോമ്പസ് കൊണ്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഏകദേശം ഇങ്ങനെയായിരിക്കും ഈ സർക്കിൾ വരിക. അപ്പോൾ ഇത് ടച്ച് ചെയ്യുന്ന പോയിന്റ് നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ 7.5ന്റെ പോയിന്റിൽ നിന്ന് സ്കെയിൽ വെച്ച് നമ്മൾ വരയ്ക്കുക. ഇത് രണ്ടുമായിരിക്കും. ഇതായിരിക്കും ഇതിന്റെ ടാൻജന്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3 മാർക്കാണ്, ഒരിക്കലും മിസ്സാക്കരുത്, എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 7 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ, മെഷർ ആൻഡ് റൈറ്റ് ദ റേഡിയസ് 5. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിന് കോമ്പസും ഒക്കെ പെൻസിലൊക്കെ നല്ല ഷാർപ്പ് പോയിന്റ് ആയിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുക. ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ അകത്ത് സ്ക്വയർ അല്ല, സർക്കിൾ. ഇൻ സർക്കിൾ, ട്രയാങ്കിളിന്റെ അകത്ത് സർക്കിളാണ് ഇൻ സർക്കിൾ. സർക്കം സെന്റർ നമ്മൾ പഠിച്ചിട്ട് അതുമായിട്ട് മാറിപ്പോകരുത്. ട്രയാങ്കിളിന്റെ ഇൻ സർക്കിൾ, ട്രയാങ്കിളിന്റെ അകത്ത് സർക്കിൾ വരുന്നതാണ് ഏത്? ഇൻ സർക്കിൾ. അപ്പൊ ആദ്യം നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. നമ്മളെ ഇഷ്ടമുള്ള സൈഡ് എടുത്ത് വരയ്ക്കാം. നമുക്ക് ഓർഡറിൽ തന്നെ വരയ്ക്കാം. ആദ്യം സ്കെയിൽ എടുക്കുക. സ്കെയിലില് 7 സെന്റിമീറ്റർ വരയ്ക്കുക. ഫസ്റ്റ് പോയിന്റ് എ എന്ന് കൊടുക്കുക, സെക്കൻഡ് പോയിന്റ് ബി കൊടുക്കും. എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കുക. നേരത്തെ പോലെ തന്നെ കോമ്പസ് എടുക്കുക. സ്കെയിലിൽ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. എയിൽ നിന്ന് ഒരു ആർക്ക് ഇടുക 6 സെന്റിമീറ്റർ. അതുപോലെ അടുത്ത് 5 സെന്റിമീറ്റർ എടുക്കുക. ബിയിൽ നിന്ന് അടുത്ത ആർക്ക് ഇടുക 5 സെന്റിമീറ്റർ. ഇത് രണ്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ട്രയാങ്കിളാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കിൾ വരയ്ക്കാനായിട്ട് ABC എന്നുള്ള ട്രയാങ്കിൾ കിട്ടി. ആംഗിൾ എയുടെ പ്രത്യേകം നോട്ട് ചെയ്യുക, ആംഗിൾ എയുടെ ആംഗുലാർ ബൈസെക്ടർ എടുക്കുക. ആംഗുലാർ ബൈസെക്ടർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വരച്ചത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഇവിടെ നമ്മൾ വരയ്ക്കേണ്ടത് ആംഗുലാർ ബൈസെക്ടർ ആണ്. അപ്പൊ ആംഗിൾ എയുടെ ആംഗുലാർ ബൈസെക്ടർ ഈ ആംഗിളിന് ഈക്വൽ ആയുള്ള 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. അത് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും കോമ്പസ് എടുക്കുക. ഒരു ഇഷ്ടമുള്ള ഒരു ചെറിയൊരു അളവ് എടുക്കുക. എയിൽ കുത്തുക. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ ഞാൻ ഈ വരച്ചിട്ടുള്ള ആർക്ക് ഇതാണെന്ന് വിചാരിക്കാം. എന്നിട്ട് അതേ അളവ് കോമ്പസിന്റെ വേറെ ഒന്നും വ്യത്യാസപ്പെടുത്താതെ അതേ അളവിൽ തന്നെ ഇവിടെ നിന്ന് കുത്തുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ കുത്തുക, ഇവിടെ ആർക്ക് വരയ്ക്കുക. അപ്പൊ ഈ ആർക്ക് ഇങ്ങനെയായിരിക്കും വരാം. ഇത് രണ്ടും കൂടി ഈ പോയിന്റും ഈ ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് അല്ലെങ്കിൽ ഈ മൂലയും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അത് ഈ ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും.
അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സൈഡിൽ 3 സൈഡാണ് ഉള്ളത്. ഒരു സൈഡിൽ ഇപ്പൊ നമ്മൾ വരച്ചു, സോറി ഒരു ആംഗിളിൽ നമ്മൾ വരച്ചു, വേറൊരു ആംഗിളിൽ ഇപ്പൊ ഞാൻ വരയ്ക്കാൻ പോകുന്ന ഇവിടെയാണ്. ബിക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഇഷ്ടമുള്ള ഒരു അളവെടുത്തു. ആ അളവ് വെച്ചിട്ട് നമ്മൾ ആദ്യം കോമ്പസ് ആണിത് വിചാരിക്കുക, ഒരു ആർക്ക് വരച്ചു. ആർക്ക് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഈ 2 പോയിന്റാണ്. ആ 2 പോയിന്റിൽ അതേ അളവിൽ തന്നെ എടുത്ത് നമ്മൾ വേറൊരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യുന്നതാണ്. ഈ വെർട്ടെക്സും ഈ പോയിന്റും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വേറൊരു ലൈൻ വെച്ചു. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോമ്പസ് എടുക്കുക, ഈ ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് വരച്ച് ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ കിട്ടണം. നമ്മൾ കൃത്യമായിട്ടാണ് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ ഈ റേഡിയസ് വരയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള സർക്കിൾ നമുക്ക് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതിന്റെ റേഡിയസ് ആണ് കാണാൻ പോകുന്നത്. സെന്ററിൽ റേഡിയസ് ഇതാണ് സർക്കിൾ. എല്ലാവർക്കും മനസ്സിലാകുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. അതുപോലെ നിങ്ങൾക്കിത് ഞാൻ കൃത്യമായിട്ട് വരയ്ക്കുന്ന വീഡിയോ ആണെങ്കിൽ ഞാനത് നോട്ട്ബുക്കിൽ വരച്ചിട്ട് വീഡിയോ ഇടാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. അടുത്ത ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുവരേക്കും ബൈ.